പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന് വിട നൽകി നാട്. ചെങ്ങമ്പുഴ പാർക്കിലും ഇടപ്പള്ളിയിലെ വീട്ടിലും പതിനായിരങ്ങളാണ് പ്രണാമം അർപ്പിക്കാനെത്തിയത്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു. ഉച്ചയ്ക്ക് 1:30 ഇടപ്പള്ളി ശ്മശാനത്തിൽ സംസ്കാരം നടന്നു. മണിയോടെയാണ് സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ നിന്നും രാമചന്ദ്രന്റെ ഭൗതികദേഹം പൊതുദർശനത്തിനായി ചങ്ങമ്പുഴ പാർക്കിൽ എത്തിച്ചത്. 7 മുതൽ 9:45 വരെ നീണ്ടു ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, സംസ്ഥാന പ്രസിഡന്റ് RV ബാബു, മന്ത്രി P രാജീവ്, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രണാമമർപ്പിച്ചു. ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി ഭൗതികദേഹം ഇടപ്പള്ളി മങ്ങാട്ട് ലൈനിലെ നീരാഞ്ജനം വീട്ടിലേക്ക്. കുടുംബാംഗങ്ങൾക്ക് മാത്രമായി 1 മണിക്കൂർ സമയമായിരുന്നു ഇവിടെ നിശ്ചയിച്ചിരുന്നതെങ്കിലും തിരക്ക് കൂടിയതോടെ ഇവിടെയും സമയം വൈകി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ എന്നിവർ വീട്ടിലെത്തി രാമചന്ദ്രന് പ്രണാമമർപ്പിച്ചു. ഹിന്ദു മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി 1 മണിയോടെ ഇടപ്പള്ളിയിലെ ശ്മശാനത്തിലേക്ക്. രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ രാമചന്ദ്രന് വീട്ടിലും ശ്മശാനത്തിലും പോലീസ് ഔദ്യോഗിക ബഹുമതികൾ നൽകി. ഒന്നരയോടെ മകൻ അരവിന്ദ് ചിതയ്ക്ക് തീ കൊളുത്തി. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഒരിക്കൽ പോലും കാണാത്ത സാധാരണക്കാരുമടക്കം ആയിരങ്ങളാണ് ചങ്ങമ്പുഴ പാർക്കിലും ഇടപ്പള്ളിയിലെ വീട്ടിലും രാമചന്ദ്രന് യാത്രാമൊഴിയേകാനെത്തിയത്. ജനം, കൊച്ചി.